വിദ്യാർത്ഥികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ചാപ്റ്റർ 5 കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് എന്ന ചാപ്റ്ററിലെ ലെറ്റ്സ് അസസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. താഴെ ABC എന്ന 3 കോളംസ് തന്നിട്ടുണ്ട്. അതിനകത്ത് എന്തൊക്കെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്? എലമെന്റ്സ്, എ കോളത്തിൽ എലമെന്റ്, പിയിലെ സിമ്പല്, സിയില് ബേസ്. ഇത് 3 തന്നിരിക്കുന്നത്. ഇത് മാച്ച് ദ ഫോളോയിങ് ചെയ്യാനാണ്. അപ്പൊ എ കോളത്തിലുള്ളത് ബിയും സിയുമായി യോജിക്കുന്നതിന് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഫ്രാൻസിയത്തിന്റെ സിമ്പല് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്രാൻസിയം പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം FR, ഫസ്റ്റ് വൺ. അപ്പോൾ ഒന്നാമത്തെ ഏതാണ്? FR. സിമ്പിൾ ഏതാണ്? FR ആണ്. ഇനി ബേസ് എന്ന് പറയുന്നത് എന്ത് ബേസ് ചെയ്തിട്ടാണ് ഫ്രാൻസിയം എന്ന പേര് കിട്ടണത്? പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഫ്രാൻസിയം എന്ന് പറഞ്ഞാൽ ഫ്രാൻസ് അല്ലേ. ഫ്രാൻസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിനെ ബേസ് ചെയ്തിട്ടാണ്, അതായത് കൺട്രി. ഫ്രാൻസ് എന്നത് കൺട്രിയാണ് അല്ലേ. അപ്പോൾ അത് ഏതിൻ്റെയാണ് ബേസ്? കൺട്രിയാണ്. ഇനി ക്യൂരിയം, രണ്ടാമത്തത് ക്യൂരിയമാണ്. ക്യൂരിയത്തിന്റെ സിമ്പല് CM ആണ്. എന്താണ്? CM എന്ന് പറയുന്നതാണ്. ക്യൂരിയം എന്ന് പറയുന്നത് ഒരു സയന്റിസ്റ്റിന്റെ പേരാണ് അല്ലെ, മേരി ക്യൂറി. ക്യൂരിയം അപ്പോൾ സയന്റിസ്റ്റ് ആണ് രണ്ടാമത്തത്. മൂന്നാമത്തെ റുബീഡിയം പേര് കേൾക്കുമ്പോൾ പറയാം RB. മൂന്നാമത്തത് RB എന്നാണ് വരുന്നത്. ഇത് ഒരു കളറാണ്. മൂന്നാമത്തത് കളറാണ്. നാലാമത്തത് നെപ്റ്റ്യൂണിയത്തിന്റെ ഏതാണ്? NP. നാലാമത്തത് NP, നെപ്റ്റ്യൂണിയം. അപ്പം നാലാമത്തെ നെപ്റ്റ്യൂണിയമാണ്. നെപ്റ്റ്യൂൺ എന്ന് പറയുന്നത് എന്താണ്? പ്ലാനറ്റ് ആണ് അല്ലേ, പ്ലാനറ്റ് ആണ്. അപ്പം നാലാമത്തതാണ്. അഞ്ചാമത്തെ യൂറോപ്പിയം എന്ന് പറയുന്നത് EU അല്ലേ. അഞ്ചാമത്തെ EU ആണ് യൂറോപ്പിയം. അതൊരു കോണ്ടിനെന്റ് ആണ്. ഏഷ്യ, യൂറോപ്പ് എന്നൊക്കെ നമ്മൾ കോണ്ടിനെന്റ്സിന്റെ വൻകരകളാണ്. അപ്പൊ അതിന്റെ പേരാണ് ബേസ് ആയിട്ട് വന്നിരിക്കുന്നത്, കോണ്ടിനെന്റ്. അപ്പോൾ അഞ്ചാമത്തെ അതാണ്. ആറാമത്തെ ടൈറ്റാനിയം ഏതാണ്? TI എന്ന് പറയുന്നതാണ് ടൈറ്റാനിയം എന്ന് പറയുന്നത് സാറ്റലൈറ്റ് ആണ്. സിക്സ്ത് വൺ സാറ്റലൈറ്റ് ആണ്. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങളത് മാച്ച് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ Cl is the symbol of the element of chlorine. Cl എന്ന് പറയുന്നത് എന്താണ്? ക്ലോറിൻ എന്ന എലമെന്റിന്റെ സിമ്പലാണ് Cl എന്ന് പറയുന്നത്. ഹൗ ക്യാൻ വി റെപ്രസെന്റ് 2 ക്ലോറിൻ ആറ്റംസ് ആൻഡ് 1 ക്ലോറിൻ മോളിക്യൂൾ യൂസിങ് ദി സിമ്പിൾ? ഈ സിമ്പിൾ വെച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് 2 ക്ലോറിൻ ആറ്റവും 1 ക്ലോറിൻ മോളിക്യൂളിനെയും റെപ്രസെന്റ് ചെയ്ത് എഴുതാൻ കഴിയുക എന്നാണ്. അപ്പോൾ 2 ക്ലോറിൻ ആറ്റത്തെ നമുക്ക് എങ്ങനെ എഴുതാം? 2 ക്ലോറിൻ ആറ്റത്തിനെ നമ്മൾ എങ്ങനെ എഴുതുക? ആറ്റംസ് ആണെങ്കിൽ എന്താ ചെയ്യണം? ഫ്രണ്ടിൽ 2 കൊടുക്കണം അല്ലേ. ഫ്രണ്ടിൽ 2 കൊടുത്തിട്ട് 2 ക്ലോറിൻ, 2 ക്ലോറിൻ. ആറ്റംസ് ആണെങ്കിൽ 2Cl എന്ന് എഴുതണം. 1 ക്ലോറിൻ മോളിക്യൂൾ ആണെങ്കിലോ, 1 ക്ലോറിൻ മോളിക്യൂൾ ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? 1 ക്ലോറിൻ മോളിക്യൂൾ ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? Cl2. ഒരു മോളിക്യൂൾ ആണെങ്കിൽ നമ്മൾ Cl2 എന്ന് എഴുതും. 2 ക്ലോറിൻ ആറ്റം ആണെങ്കിൽ 2 ക്ലോറിൻ എന്ന് എഴുതണം. അപ്പൊ അങ്ങനെയാണ് എഴുതേണ്ടത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ആൻഡ് റൈറ്റ് ഈച്ച് ഓഫ് ദം കണ്ടെയ്ൻസ് ദ മോസ്റ്റ് നമ്പർ ഓഫ് ആറ്റംസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? താഴെ കൊടുത്തിരിക്കുന്നതിലെ നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കുക. അതുപോലെ ഏതിലാണ് കൂടുതൽ നമ്പർ ഓഫ് ആറ്റംസ് ഉള്ളതെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ നമുക്ക് തന്നിരിക്കുന്നത് ഏതാണ്? 5NH3 ആണ്. 5NH3യിൽ നമുക്ക് എങ്ങനെ എഴുതാം? 5 ഇൻറ്റു മൊത്തം ഹൈഡ്രജൻ 3ഉം N 4 1. അപ്പം 4. 5 ഇൻറ്റു 4 എത്രയാണ്? 20. നെക്സ്റ്റ് വൺ 2H2O. അപ്പം 2 ഇൻറ്റു 2ഉം 1ഉം 3 അല്ലേ. 3 ഇൻറ്റു H2ഉം Oയും അല്ലേ, 3 അപ്പം 2 ഇൻറ്റു 3 എത്രയാണ്? 6. 2H2Oയുടെ 6 ആണ്. നെക്സ്റ്റ് വൺ 5NO2. 5NO2ൻ്റെ 5 ഇൻറ്റു 1ഉം നൈട്രജൻ 1ഉം O2 2 അല്ലേ. അപ്പം 2 1 3. അപ്പം 5 ഇൻറ്റു 3 എത്രയാണ്? 15. നെക്സ്റ്റ് 4CO2യുടെ 4 ഇൻറ്റു കാർബൺ 1ഉം O2 2ഉം അല്ലേ.
അപ്പോൾ 2 1 3 4 × 3 എത്രയാണ് 12. അപ്പോൾ മോസ്റ്റ് നമ്പർ ഓഫ് ആറ്റംസ് ഏതിലായിരിക്കും? മോസ്റ്റ് നമ്പർ ഓഫ് ആറ്റംസ് ഏതിലായിരിക്കും? 20 എണ്ണുള്ളത് ആരാണ്? 5NH3. അപ്പോൾ ഇങ്ങനെയാണ് അത് എഴുതേണ്ടത്. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. നോക്കൂ, കംപ്ലീറ്റ് ദ ടേബിൾ. താഴെ ടേബിൾ തന്നിട്ടുണ്ട്. എന്തൊക്കെ ടേബിളാണ്? എലമെന്റ് തന്നിട്ടുണ്ട്, ബേസിസ് ഓഫ് നോമൻക്ലേച്ചർ, സിമ്പൽ, ഇത്രയാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് ഇൻഡിയം ആണ്. നോമൻക്ലേച്ചർ പേരിടാനുണ്ടായ ബേസിസ് എന്ന് പറയുന്നത് ഇൻഡിഗോ എന്ന കളറിൽ നിന്നാണ് വന്നത്. ഇൻഡിയം എന്ന പേര് ഇൻഡിഗോ എന്ന കളറിൽ നിന്നാണ്. സിമ്പല് IN ആണ്. രണ്ടാമത്തെ റൂദർഫോർഡ് സയന്റിസ്റ്റിന്റെ പേരിൽ നിന്നാണ് ഉണ്ടായത്. അപ്പോൾ ഏതായിരിക്കും എലമെന്റ് എന്ന് പറയുന്നത്? റൂദർഫോർഡിയം. ഏതാണ്? റൂദർഫോർഡിയാണ് എലമെന്റ് എന്ന് പറയുന്നത്. സിമ്പൽ എന്ന് പറയുന്നത് RF ആണ്. നെക്സ്റ്റ് ജർമേനിയം ആണ്. ജർമേനിയം എന്ന് പറയുന്നത് ഏതാ തന്നിരിക്കുന്നത്? ബേസിസ് ഓഫ് നോമൻക്ലേച്ചർ എന്ന് പറയുന്നത് ജർമ്മനി എന്ന് പറയുന്ന കൺട്രിയുടെയാണ് അല്ലേ? ജർമ്മനിയാണ്. ഇതിന്റെ സിമ്പൽ എന്ന് പറയുന്നത് GE ആണ്. അപ്പോൾ റൂദർഫോർഡ് സയന്റിസ്റ്റിന്റെ പേരിൽ റൂദർഫോർഡിയം. ജർമേനിയം വന്നത് ജർമ്മനി എന്ന ബേസിസിലാണ്. GE ആണ് അതിന്റെ സിമ്പൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സിൽവർ, അർജന്റിയം, ലാറ്റിൻ നെയിമാണ് അർജന്റിയം. ഏതാണ്? AG എന്ന ആണ് അതിന്റെ സിമ്പൽ എന്ന് പറയുന്നത്. 5ാമത്തെ ക്വസ്റ്റ്യൻ, ദ നെയിംസ് ഓഫ് സം സയന്റിസ്റ്റ് ആർ ഗിവൺ. ചില സയന്റിസ്റ്റുകളുടെ പേര് താഴെ കൊടുത്തിരിക്കുന്നു. എന്തൊക്കെയാ തന്നിരിക്കുന്നത്? ഡോബെ റൈനർ, ലാവോസിയ, ന്യൂലാൻഡ്സ്, മെൻഡലീഫ്. ഇത്രയാണ് പേരുകൾ തന്നിരിക്കുന്നത്. മാച്ച് സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ വിത്ത് ദ നെയിംസ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്. താഴെ തന്നിരിക്കുന്ന ആ പ്രസ്താവനകൾ, സ്റ്റേറ്റ്മെന്റുകളുടെ ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്ന സയന്റിസ്റ്റുകളുടെയും അവരെ ഉചിതമായ രീതിയിൽ എന്ത് ചെയ്യണം? പെയറാക്കാൻ, ജോഡിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. The chemical and physical properties of the elements are functions of their atomic masses. എന്താണ്? എലമെന്റ്സിന്റെ ഫിസിക്കലും കെമിക്കലും ആയിട്ടുള്ള, അതായത് രാസഭൗതിക ഗുണങ്ങൾ അവയുടെ എലമെന്റ്സിന്റെ എന്താണ്? അറ്റോമിക മാസിന്റെ ആവർത്തന ഫലങ്ങളാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അറ്റോമിക് മാസിന്റെ ആവർത്തന ഫലങ്ങളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ കെമിക്കൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അവയുടെ അറ്റോമിക മാസിന്റെ ആവർത്തന ഫലങ്ങളാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞ ആളാരാണ്? മെൻഡലീവ്. ആരാണ്? മെൻഡലീവ് ആണ്. രണ്ടാമത്തത്, എലമെന്റ്സ് വെയർ ഡിവൈഡഡ് ഇൻടു ഗ്രൂപ്പ്സ് കണ്ടെയ്നിങ് 3 elements, triads വിത്ത് സിമിലർ പ്രോപ്പർട്ടീസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? സമാന ഗുണങ്ങളുള്ള 3 മൂലകങ്ങൾ അടങ്ങിയ ഗ്രൂപ്പുകളായി തിരിച്ചിരിക്കുന്നു. അപ്പൊ സമാന ഗുണങ്ങളുള്ള 3 മൂലകങ്ങൾ, എലമെന്റ്സ് അടങ്ങിയ ഗ്രൂപ്പുകളായി തിരിച്ചതാരാണ്? അതായത് ട്രയഡ്സ് ആയിട്ട് അതാരാണ് തിരിച്ചിരിക്കുന്നത്? ആരാണ്? ഡോബറൈനർ. ആരാണ്? ഡോബറൈനർ ആണ്. അപ്പൊ രണ്ടാമത്തെ നമുക്ക് ഡോബറൈനർ. മൂന്നാമത്തെ, ദ എലമെന്റ്സ് വെയർ ക്ലാസിഫൈഡ് ഇൻ ടു മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽ. എലമെന്റ്സിനെ മെറ്റൽസ്, നോൺ മെറ്റൽസ്, ലോഹങ്ങൾ, അലോഹങ്ങൾ എന്നിങ്ങനെ വർഗീകരിച്ചത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ലാവോയിസർ അല്ലേ? മൂന്നാമത്തെ അതാണ്. നാലാമത്തത് തന്നിരിക്കുന്നത്, when the elements were arranged in ascending order of atomic masses, it was found that every 8th element was repetition of the first in terms of its properties. എന്താ പറഞ്ഞിരിക്കുന്നത്? എലമെന്റ്സിനെ അറ്റോമിക് മാസിന്റെ അസെൻഡിങ് ഓർഡറിൽ, അതായത് ആരോഹണ ക്രമത്തിൽ വിന്യസിക്കുമ്പോൾ 8ാമത് വരുന്ന ഓരോ എലമെന്റും, ഓരോ മൂലകവും ഗുണങ്ങളിൽ ആദ്യത്തിന്റെ ആവർത്തനമാണ്, റിപ്പീറ്റേഷൻ ആണ് എന്ന് കണ്ടെത്തി. ഇതാരാണ്? ന്യൂലാൻഡ്സ്. അപ്പോൾ ഇങ്ങനെയാണ് മാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ലെക്ചേഴ്സസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.